ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്ന ജോവാക്യം ദമ്പതികളെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് വേൾഡ് ഗ്രാൻഡ് പേരൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ സന്തോഷങ്ങൾക്കും വേണ്ടി ഏറെ അധ്വാനം ചെയ്ത പുണ്യജന്മങ്ങളെ പ്രത്യേകമായി ഓർക്കുവാനും ദൈവം അവരിലൂടെ നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനുള്ളൊരവസരമായി ഈ തിരുനാളിനെ നമുക്ക് ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കുവാനും, അല്ലാത്ത പക്ഷം ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും അവരോട് നമ്മുടെ സന്തോഷങ്ങളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കുവാനുള്ള ഒരു പുണ്യദിനമായി നമുക്കിതിനെ കരുതാം. ഇനി ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാക്കി നമുക്കിതിനെ മാറ്റാം. യാതൊരുവിധ പ്രതിഫലവും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടാതെയാണ് ദൈവം അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും തലമുറകളിലേക്ക് അവർ കൈമാറിത്തന്നത്. അവർ നമുക്ക് കൈമാറിത്തന്ന വിശ്വാസവും പാരമ്പര്യവും സ്നേഹമൊക്കെ ദൈവത്തെ പ്രതി സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനും വരും തലമുറകളിലേക്ക് കൈമാറി കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്നയും ജോവാക്യമും ഒത്തിരിയേറെ ജീവിത മൂല്യങ്ങൾ, പുണ്യങ്ങൾ കൈവശമുണ്ടായിരുന്ന ദമ്പതികളാണ്. സാമ്പത്തികമായി ഉയർന്ന തരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ, തങ്ങളാൽ സാധിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിച്ചിരുന്ന വ്യക്തികൾ, ഉയർന്ന സാമ്പത്തിക സ്ഥിതിയും ജീവിത ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പോഴും ദൈവിക മൂല്യങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കുറവും വരുത്താതെ ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ച വ്യക്തികൾ, മക്കളില്ലാതിരുന്ന അവസ്ഥയിൽ പോലും വേദനിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ ദൈവം തങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ട മകളെ ദൈവത്തിന് സമർപ്പിച്ച്, ദേവാലയത്തിൽ സമർപ്പിച്ച്, ദൈവത്തിൻ്റെ തിരുക്കുമാരന് ജനിക്കുവാനായിട്ട് അവളുടെ മനസ്സിനെയും അവളുടെ ചിന്തകളെയും പ്രാർത്ഥനകളെയും ഒക്കെ ഒരുക്കിയെടുത്ത പ്രിയപ്പെട്ട മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുമായി തീരുവാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ പുണ്യദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുള്ളതും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാനും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളിലുമൊക്കെ തളർന്നു പോകാതെ അത് ദൈവത്തിൻ്റെ തിരുഹിതത്തിനനുസരിച്ച് നമ്മുടെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആരൊക്കെയാണോ തങ്ങൾക്ക് ലഭിച്ചതെല്ലാം തമ്പുരാന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചത്, അവരുടെ എല്ലാം കൂടെ തമ്പുരാൻ നിരന്തരം ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഞായറാഴ്ചത്തെയിലെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവ ശുശ്രൂഷയ്ക്കും സഹോദര നന്മകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ ദൈവം നമ്മളോട് ചേർന്ന് നമുക്ക് വേണ്ടതെല്ലാം നൽകുമെന്ന് ഈ വായനകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമം നമ്മൾ വായിക്കുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. പ്രിയപ്പെട്ടവരെ, റൂത്ത് ബൈബിളിലെ വളരെ ചെറിയൊരു പുസ്തകമാണ്. സാധിക്കുമെങ്കിൽ അത് മുഴുവനൊന്ന് വായിക്കണം. റൂത്തിൻ്റെ അമ്മായിപ്പനും ഭർത്താവും ഭർത്തൃസഹോദരനൊക്കെ മരിച്ചു കഴിയുമ്പോൾ റൂത്തിൻ്റെ അമ്മായിമ്മയായ നവോമി തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ഒരുങ്ങുകയാണ്. റൂത്തിൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും അമ്മായിമ്മയുടെ ഒപ്പം നിൽക്കുമ്പോൾ അമ്മായിമ്മ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങളുടെ സ്വന്തം ചാർച്ചക്കാരുടെ അടുത്തേക്ക് പോകും, എൻ്റെ കൂടെ വരണ്ട. എന്നാൽ റൂത്ത് പറയുകയാണ്, ഞാൻ അമ്മയുടെ കൂടെ വരും, അമ്മയുടെ ചാർച്ചക്കാരുടെ കൂടെ ഞാനും ജീവിക്കും. അങ്ങനെ അമ്മ മരിക്കുമ്പോൾ മാത്രമാണ് അമ്മയിൽ നിന്ന് ഞങ്ങൾ വേർപെട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അമ്മായിമ്മയ്ക്ക് ശുശ്രൂഷ നൽകിക്കൊണ്ട് അമ്മായിമ്മയുടെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിച്ച റൂത്തിനെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുകയാണ്. അമ്മായിമ്മയായ നവോമിയുടെ ചാർച്ചക്കാരനുമായി പിന്നീട് വിവാഹം കഴിച്ച് അവൾ ഇസ്രായേലിലെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ദൈവം അവളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയാണ്. അവളുടെ മകനായി ഓബദ് ജനിക്കുകയും
ഓബദ് ജസയ്ക്ക് ജന്മം നൽകുകയും ജസ ദാവീദിന് ജന്മം നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇസ്രായേൽ സമൂഹത്തിൻ്റെ പുറത്തുള്ളൊരു സ്ത്രീ നവോമിയായ തൻ്റെ അമ്മായിമ്മയെ സ്നേഹിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്ത് ആ നവോമിയുടെ ദൈവത്തെ ആരാധിച്ച് നവോമിയുടെ ചാർച്ചക്കാരുടെ കൂടി ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനും ദാവീദിൻ്റെ വംശാവലിയിൽ അല്ലെങ്കിൽ ദാവീദിൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മയാകാനുള്ളൊക്കെ ഒരവസരം നൽകിക്കൊണ്ട് രക്ഷകൻ്റെ രക്ഷാകര കർമ്മത്തിലേക്കുള്ള അല്ലെങ്കിൽ രക്ഷകൻ്റെ വംശാവലിയിൽ ഒരു കഥാപാത്രമായി തീരുവാനും ദൈവം അവളെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവഹിതത്തിനനുസരിച്ച് മാറ്റുവാനായിട്ട്, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവം കൈപിടിച്ച് ഉയർത്തുമെന്ന് ഈ വായന നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രകാരം പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള വരങ്ങളും കൃപകളും ലഭിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മർത്തായും മറിയയും എന്ന 2 സഹോദരിമാർ ചേർന്ന് ഈശോയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ടുപേരും ഈശോയെ സ്വീകരിച്ചിട്ട് മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യാപൃതിയായി ഓടി നടന്ന് ഈശോയെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒരുക്കുമ്പോൾ മറിയം ഈശോയുടെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വാക്കുകൾ ശ്രവിക്കുകയാണ്. തൻ്റെ സഹോദരിക്കെതിരായി പരാതി പറയുമ്പോൾ മർത്തായോട് ഈശോ പ്രകാരം പറയുകയാണ്, മർത്ത മർത്ത, നീ പല കാര്യങ്ങളിലും വ്യാപൃതിയാണ്, എന്നാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അവളിൽ നിന്ന് അതൊരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വ്യഗ്രത കൊള്ളുമ്പോഴും തമ്പുരാനോട് ചേർന്നിരിക്കുവാനായിട്ടും അവൻ്റെ വചനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും അത് ശ്രവിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്. അതിന് പ്രത്യേകമായ സമയം കണ്ടെത്തണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്, ആ ശക്തി അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് അതിന് വലിയ ഉദാഹരണങ്ങളാണല്ലോ. അവരുടെ ജീവിതത്തിൽ അവർക്ക് കൈമതിലായിട്ടുണ്ടായിരുന്നത് അവരുടെ അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥന ജീവിതവുമായിരുന്നു. ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികളായിരുന്നു അവർ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലെ ആദ്യം എഴുന്നേൽക്കുന്നത് നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യപ്പച്ചിമാനുമൊക്കെയാണ്. ജപമാല ചൊല്ലിക്കൊണ്ടാണ് അവർ തങ്ങളുടെ ജീവിതം ആരംഭിച്ചിരുന്നത്. കൃഷിയിടങ്ങളിലേക്ക് അവർ കൃഷി ഇറക്കുന്നതിന് വേണ്ടി, ജോലി ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോൾ നിരന്തരം അവർ പ്രാർത്ഥിച്ചിരുന്നു. തങ്ങൾക്ക് കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ കൃഷിയുടെ ഫലങ്ങളെ അവർ ദേവാലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. വിശ്വാസത്തിനും വിശ്വാസ ജീവിതത്തിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്നവരാണവർ. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് അവർ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ വിവിധ തരത്തിലുള്ള തിരക്കുകളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോൾ തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനും അവൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും അവൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വരങ്ങൾ, കൃപകൾ അത് സഹോദര നന്മയ്ക്കും ദൈവമഹത്വത്തിനും വേണ്ടി ചെയ്ത് പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി വേൾഡ് ഗ്രാൻഡ് പാരൻസ് ഡേയുടെ മംഗളങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വല്യപ്പച്ചമാർക്കും വല്യമ്മച്ചിമാർക്കും നമുക്ക് നേരാം. അവരിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ നന്മകൾ ചെയ്ത് ജീവിക്കുവാനായിട്ട് അവരെയും അവരുടെ മാതൃകകൾ എന്നും ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അന്നാവുമായും വിശുദ്ധ ജോവാഖിമും മക്കളില്ലാത്ത ദമ്പതികളുടെ മധ്യസ്ഥരാണ്, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ മധ്യസ്ഥരാണ്, ഗ്രാൻഡ് പേരൻസിൻ്റെ മധ്യസ്ഥരാണ്. അവരുടെ മധ്യസ്ഥ നേടി നമുക്ക് പ്രാർത്ഥിക്കാം.
അവരുടെ പ്രത്യേകമായ മധ്യസ്ഥാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.